91ാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ രണ്ടാം ദിനത്തിന് മഹാഘോഷയാത്രയോടെ തുടക്കം. പുലർച്ചെ 5 മണിക്ക് ആരംഭിച്ച ഘോഷയാത്രയിൽ ഏറെ നാളത്തെ വ്രതശുദ്ധിയോടെ പീതവസ്ത്രധാരികളായാണ് വിശ്വാസികൾ അണിനിരുന്നത്. രാവിലെ 10 മണിക്ക് നടക്കുന്ന തീർത്ഥാടന മഹാസംഗമം കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങൾ കമലേഷ് നൽകുന്നുണ്ട്. കമലേഷ്, ഇപ്പോൾ ഈ മഹാഘോഷയാത്ര 5 മണിയോടുകൂടി തുടങ്ങിയിരുന്നു. വളരെ നാളത്തെ വ്രതശുദ്ധിയോടെ പീതവസ്ത്രധാരികളായ വിശ്വാസികൾ ഈ ഘോഷയാത്രയിൽ അണിനിരുന്നു എന്നൊക്കെയുള്ള വിവരം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ് ഈ മഹാസംഗമം 10 മണിയോടെ ഉദ്ഘാടനം ചെയ്യുമെന്നാണ് വിവരം. എങ്ങനെയാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ തീർത്ഥാടന മഹാസമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കും. 10 മണിയാണ് പറഞ്ഞതെങ്കിൽ പോലും അത് ആരംഭിച്ചിട്ടില്ല. മന്ത്രി ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. ഉടനെ തന്നെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. ഇന്നത്തെ രണ്ടാം ദിനമാണ്, അതായത് തീർത്ഥാടനത്തിന് 91ാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ രണ്ടാം ദിനമാണ് ഇന്ന്. രാവിലെ 4:30 ശാന്തിഹവനം പർണശാലയിൽ നടന്ന ശാന്തിഹവനത്തോടു കൂടിയാണ് ഇന്നത്തെ പൂജകൾക്ക് തുടക്കമായത്. ഇതിനുശേഷം 5 മണിയോടുകൂടി ശ്രീ ശാരദാ മഠത്തിൽ വിശേഷാൽ പൂജ നടന്നു. പിന്നീട് 5:30 മഹാസമാധി പീഠത്തിൽ വിശേഷാൽ ഗുരുപൂജയും നടന്നു. ഈ 3 പൂജകളോടുകൂടിയാണ് ഇന്നത്തെ ദിനം ആരംഭിക്കുന്നത് ശിവഗിരിയിൽ. പിന്നീടാണ് 5 മണിയോടുകൂടി ഈ തീർത്ഥാടന ഘോഷയാത്ര ആരംഭിച്ചത്. ആയിരക്കണക്കിന് ഗുരുഭക്താണ് വിവിധ ജില്ലകളിൽ നിന്നായി എത്തിയിട്ടുള്ള ആയിരക്കണക്കിന് ഗുരുഭക്തരാണ് ഈ ഘോഷയാത്രയിൽ പങ്കെടുത്തത്. ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന ആളുകൾ, വിവിധ ശാഖകളിൽ നിന്ന് വരുന്ന ആളുകൾ വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ഈ വ്രതശുദ്ധിയോടുകൂടി അവിടെ നിന്നും പദയാത്രയായാണ് ശിവഗിരിയിൽ എത്തിച്ചേരുന്നത്. 4-5 ദിവസം കാൽനടയായി നടന്നുകൊണ്ടാണ് ഈ ആലപ്പുഴയിൽ നിന്നും കുട്ടനാട്ടിൽ നിന്നും കോട്ടയത്ത് നിന്നും അടക്കമുള്ള ആളുകൾ, തിരുവനന്തപുരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ പദയാത്രയായാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ഇന്ന് ഇത്തരത്തിൽ എത്തിച്ചേരുന്ന ചെറു സംഘങ്ങൾ, അതായത് ഒരു 6-7 ആളുകൾ അടങ്ങുന്ന സംഘം മുതൽ 200-300 ആളുകൾ അടങ്ങുന്ന സംഘങ്ങൾ വരെയാണ് ഇത്തരത്തിൽ പദയാത്രയായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി. ഇന്നിപ്പോൾ ഇങ്ങനെ എത്തിയിട്ടുള്ള ചെറു സംഘങ്ങളെല്ലാം ചേർന്ന് ഒരു മഹാഘോഷയാത്രയായിട്ടാണ് ഇന്ന് രാവിലെ 5 മണി തൊട്ട് ഈ ഘോഷയാത്ര നടക്കുന്നത്. രാവിലെ ശിവഗിരി ഈ മഹാസമാധി പീഠത്തിന്റെ അടുത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്ര പിന്നീട് ക്ഷമിക്കണം ഈ ശിവഗിരി പ്രാന്തം കടന്ന് അതുപോലെ തന്നെ മൈതാനം, അതിനൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷൻ അടക്കം ചുറ്റിയതിന് ശേഷമാണ് വീണ്ടും തിരികെ മഹാസമാധി പീഠത്തിൽ തന്നെ എത്തി അത് സമാപിച്ചിരിക്കുന്നത്. നിരവധി ആളുകൾ ഇതിന്റെ ഭാഗമായി വലിയ വർണ്ണശബളമായ ഒരു ഘോഷയാത്ര എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആ നിലയിൽ തന്നെയാണ് ആ ഘോഷയാത്ര സംഘടിപ്പിക്കപ്പെട്ടത്. അത് ജനബാഹുല്യം കൊണ്ട്, അല്ലെങ്കിൽ ഭക്തരുടെ ഒരു ബാഹുല്യം കൊണ്ടാണ് ഈ ഘോഷയാത്ര ശ്രദ്ധേയമാകുന്നത് എന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഇതിന് പിന്നാലെയാണ് ഈ തീർത്ഥാടന മഹാസമ്മേളനം ആരംഭിക്കാനിരിക്കുന്നത്. അല്പസമയത്തിനകം അതിന്റെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അല്പസമയത്തിനകം കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഈ തീർത്ഥാടന മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മറ്റ് നിരവധി പ്രമുഖരായ ആളുകളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ, അതുപോലെ തന്നെ പത്മശ്രീ MA യൂസഫ് അലി, അടൂർ പ്രകാശ് MP, കടകംപള്ളി സുരേന്ദ്രൻ MLA, ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ്, ഗോകുലം ഗോപാലൻ തുടങ്ങി നിരവധി ആളുകൾ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി ആശംസകൾ അർപ്പിച്ചടക്കം സംസാരിക്കും. അല്പസമയത്തിനകം ഈ മഹാസമ്മേളനം ആരംഭിക്കും. ശരി, വ്യക്തമാണ് കമലേഷ്. തീർത്ഥാടന മഹാസംഗമം കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഇപ്പോൾ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. മറ്റ് പ്രമുഖ വ്യക്തികളും ചടങ്ങിൽ പങ്കെടുക്കും. വിശദാംശങ്ങൾ നൽകിയത് കമലേഷാണ്.